ഡ്രൈവർ ചേട്ടാ, ഇനി എത്ര നേരം പിടിക്കായിരിക്കും? പ്രശ്നമൊന്നും കാണുന്നില്ല മോളെ, ഞാൻ ദേ ഇപ്പൊ വരാട്ടോ. ഡ്രൈവർ ചേട്ടാ, എങ്ങോട്ടേ പോകുന്നേ? ഇപ്പൊ തന്നെ വന്നേക്കാം. നിങ്ങൾ അവിടെ ഇരിക്കേ, ഉടനെ വന്നേക്കാം. ചേട്ടാ ചേട്ടാ, മേഘന മോളെ, ഡ്രൈവർ പെട്ടെന്ന് വരും മോളെ, നീ അകത്ത് കയറിയിരിക്ക. സാരല്ല ശേഖര മുത്തശ്ശ. ഇവിടെ എവിടെയാ മെക്കാനിക് ഷോപ്പ് ഉണ്ടാവുക? ഇനി എപ്പോ ശരിയാക്കാനാണാവോ? ഇതെന്താ? മിഥുൻ കല്യാണം കഴിക്കാൻ പോകുന്നു. അപ്പോ ഞാൻ സമ്മതിക്കില്ല എന്നറിയാവുന്നോണ്ടാ അവൻ എന്നെ കല്യാണത്തിന് വിളിക്കാതിരുന്നു. എന്താ മേഡം പ്രശ്നം? കാറ് വഴിക്ക് വെച്ച് കംപ്ലൈന്റ് ആയി. ഡ്രൈവറും മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വരാനായിട്ട് പോയിരിക്കാം. ഞങ്ങൾക്കാണെങ്കിൽ ലേറ്റ് ആവുന്നുണ്ട്. അപ്പോ മേഡമാണോ കല്യാണ പെണ്ണ്? അതെ ചേട്ടാ. ശരി, എന്നാ കല്യാണം എവിടെയാന്ന് പറ, ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. അയ്യോ അതൊന്നും വേണ്ട ഏട്ടാ, ഞങ്ങൾ പോയിക്കോളാം. ഹലോ മേഡം, ഈ കല്യാണച്ചക്കൻ മറ്റാരുമല്ല, എന്റെ ക്ലോസ് ഫ്രണ്ടാ.
ചേട്ടാ? അതെ മാഡം, വരൂ, പോകും വഴി നമുക്ക് സംസാരിക്കാം. ആ, അതുകൊണ്ടല്ല ചേട്ടാ. മാഡം, മിഥുൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞില്ലേ? പക്ഷെ അവൻ എന്നോട് പോലും പറയാതെ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മാഡം ധൈര്യമായിട്ട് വന്നോളൂ. മാഡത്തിന്റെ കുടുംബക്കാരാണോ? ആ അതെ ചേട്ടാ. നമസ്കാരം മുത്തശ്ശ. അണ്ണോ, ആരാണ് അത്? ആർക്കറിയാം, എനിക്കൊന്നും പിടികിടുന്നില്ല. അവന് വരാൻ കൊണ്ടൊരു സമയം. ഇനി എന്താ നമ്മൾ ചെയ്യാ? നമസ്കാരം മോനെ. നമസ്കാരം. വന്നോളൂ. ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. ഇവൻ കല്യാണം കഴിക്കുന്നതും പോരാഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞുമില്ല. സാരമില്ല, അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. മേഘനെ ഇത്തവണയും കൈവിട്ട് പോലടാ. ഇതെന്തൊരു കഷ്ടകാലം അത്. അരുണിമേ, മേഘന പുറപ്പെട്ടിട്ട് കുറെ നേരമായെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഇതുവരെ ഇങ്ങ് എത്തിയില്ല. ഞാനും അത് ആലോചിക്കായിരുന്നു ചെയ്യട്ടെ. വിവേക്, ആ, ഒരു മിനിറ്റ്. എന്താ വിളിച്ച? മേഘനെ ഒന്ന് വിളിച്ചു നോക്കി, എവിടെ വരെ എത്തിയെന്ന് ചോദിക്കേ. ശരി, വിളിച്ച. വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വല്യേട്ടന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങിയെങ്കിൽ ഏറ്റെത്തി വന്നോ നടർക്ക. ഡാഡ്, ഇദ്ദേഹം വക്കീൽ ശേഖരൻ നായർ, മേഘനയുടെ മുത്തച്ഛനായിട്ട് വരും. ആ വരൂ. നമസ്കാരം. 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 എല്ലാവർക്കും നമസ്കാരം. മേഘനെ, പുറപ്പെട്ടിട്ട് കുറെ നേരമായല്ലോ, എന്താ ഇത്ര വൈകി? വഴിക്ക് വെച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആയി അങ്കിൾ. ഉടനെ ഞങ്ങളെ ഒന്ന് വിളിച്ച പോരായിരുന്നു? ഇവിടുന്ന് വേറെ കാർ അയച്ചു തരായിരുന്നല്ലോ. മെക്കാനിക്കിനെ വിളിക്കാൻ പോയപ്പോഴേക്കും വേറൊരാള് വന്ന് ലിഫ്റ്റ് തന്നു. ലിഫ്റ്റ് തന്നോ? ആരായിരുന്നു അത്? ഞാനാടാ. എടാ ഋഷി, നീയായിരുന്നോ? എന്തേ, നിനക്കെന്നെ ഓർമ്മയില്ല അല്ലേ? അല്ലടാ, ഞാൻ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന് ക്ഷണിക്കുമായിരുന്നല്ലോ. എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടുന്നത്? ഒരു വാക്കെങ്കിലും നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? സോറി ഋഷി, എല്ലാം പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത്. അതുകൊണ്ട് എല്ലാരെയും ഒന്നും ക്ഷണിക്കാൻ പറ്റില്ല. അതിനൊന്നുള്ളൊരു സമയമില്ലായിരുന്നു. നീ അങ്ങ് ക്ഷമിക്കടാ. അത് തന്നെയല്ലേ? അതോ
കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഞാനെങ്ങനെ ലെക്ചർ അടിക്കുന്ന കരുതിയാണോ? മംഗലാപുരത്തെ ഏറ്റവും വലിയ ഫാമിലിയിലെ നന്ദൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമ രഹസ്യമായിട്ട് ഫാം ഹൗസിൽ വെച്ച് കല്യാണം കഴിക്കുന്ന എന്തിനാ? നിന്റെ കല്യാണമാണെന്നുള്ള വിവരം നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. എന്താ സീക്രട്ടാ? അങ്ങനെയൊന്നുമില്ല ഋഷി. ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പോ എല്ലാം ശരിയായി വന്നപ്പോ അങ്ങനെ അങ്ങ് തീരുമാനിച്ചതേ ഉള്ളൂ. സാരമില്ല. എന്തായാലും എന്താ, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലോ. ഡാ, ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. ഞാൻ പറയുന്ന കേക്ക്, കല്യാണം വേണ്ടടാ. ഋഷിയേട്ടാ, അപ്രതീക്ഷിതമായി കണ്ടതാണെങ്കിലും ഞങ്ങളെ സമയത്തിവിടെ എത്തിച്ചത് ഋഷിയേട്ടനാ. ചേട്ടന്റെ ഫ്രണ്ടിന്റെ കല്യാണമല്ലേ? ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോയാ പോരെ? എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോവാം, അതല്ലേ നല്ലത്. അല്ല ആന്റി, എനിക്ക് വേറൊരു അത്യാവശ്യ കാര്യമുണ്ട്. എന്നാ ശരിടാ, നാളെ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഇതിലൊന്ന് വന്നിട്ട് പോകും. ശരി. ഇപ്പോഴും സമയമുണ്ട് റാമിതുന്. ഞാൻ പറയുന്ന കേക്ക്. അതവിടെ നിൽക്കട്ടെ, നാളെ വരാൻ മറക്കരുത്. ഓക്കേടാ, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളെന്താ ഇത്രയ്ക്ക് വയ്യേ? ഞങ്ങള് കയറിയതൊരു പൊട്ട കാറിലായിരുന്നു. 10 വട്ടം വഴി നിന്നു. ഓ, നിങ്ങളുടെ കാർ റിപ്പയർ ആയി പോയോ? അതേ വിവേക്. അരുണിമേ, ഇനി എന്തിനാ വൈകിക്കുന്നേ? മേഘനയ്ക്ക് സിന്ദൂരം തൊടുവിച്ച് അകത്തേക്ക് കൂട്ടിക്കോ. സഞ്ജു, മോളെ മേഘനെ, ഇന്നിവിടെ ഈ മണ്ഡപത്തിലെ കാലുകുത്തിയ നിമിഷം മുതൽ ജീവിതകാലം മുഴുവൻ എന്റെ കുടുംബത്തിന്റെ നിഴലാകേണ്ടവളാ നീ. എനിക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും വലിയ സൗഭാഗ്യത്തിന് പ്രതിഫലമായിട്ട് എന്റെ ജീവൻ പണയം വെക്കാൻ വരെ ഞാൻ തയ്യാറാണ് ആന്റി. ഇനി എന്തിനാ ആന്റി എന്നുള്ള വിളി? ഇനി നിനക്കൊരിക്കലും അച്ഛനും അമ്മയില്ല എന്നൊരു കുറവുണ്ടാവില്ല. അരുണിമ ഇനി നിന്റെ അമ്മയാണ്, ഞാൻ നിന്റെ അച്ഛനും. ഇത് ഞങ്ങൾ തരുന്ന വാക്കാ. താങ്ക്സ് അമ്മേ. മനസ്സ് നിറഞ്ഞു. ഞങ്ങളുടെ മേഘനമോക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. മേഘനയുടെ ജീവിതത്തിൽ ശ്രീരാമനെ പോലൊരു ഭർത്താവിനെ കിട്ടണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഇന്ന് ശ്രീരാമനോടൊപ്പം കൗസല്യാദേവിയെയും ദശരഥ മഹാരാജാവിനെയും കിട്ടിയല്ലോ. ഇവിടുത്തെ പ്രകടനങ്ങൾ കാണാനാണോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്? ജഗദീഷ് എന്തോ മായ കാണിക്കും, കല്യാണം മുടക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു കുന്തവും ചെയ്യുന്നില്ല. എവിടെ പോയി ചത്തെന്ന് ആർക്കറിയാം. അയ്യോ,
ബേബി നീ ഇവിടെ എന്തെടുക്കുക? അവിടെ വന്ന് എന്ത് ചെയ്യാനാ? പുതുമണവാട്ടിക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കണോ അതോ മണവാളന്റെ കാല് കഴുകി കൊടുക്കണോ ഞാൻ? ബേബി അങ്ങനെയൊന്നും പറയല്ലേ നീ. നീ മുഖം എങ്ങനെ വീർപ്പിക്കല്ലേ, ഞാനുണ്ടല്ലോ ഇവിടെ. ഉണ്ട് ഉണ്ട് ഉണ്ട്, മമ്മി എപ്പോഴും ഇതുപോലെ ഉണ്ടാവും. മണവാട്ടി ഒരുങ്ങുന്നതേ ഉള്ളൂ, നോക്കി നിന്നോ. വൈകുന്നേരം സംഗീതത്തിൽ അവള് ഡാൻസ് കളിക്കും, അപ്പോഴും നോക്കി നിന്നോ. നാളെ കതിർ മണ്ഡപത്തിലും കേറിയിരിക്കും, അതും നോക്കി നിന്നോളണം. നാളെ മിഥുൻ അവളുടെ കഴുത്തിൽ താലി കെട്ടും, അപ്പോഴും കല്ല് പോലെ നോക്കി നിന്നോ. ഥു, ഇതുപോലൊരു ജന്മം. നീ എന്തൊക്കെയാ ശാലിനി എന്നെ ഈ പറയുന്നേ? മോളുടെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയാത്ത മമ്മിയെ ഇനിയിപ്പൊ എന്ത് വിളിച്ചാലും ഒരു കുഴപ്പമില്ല. ഇതിലും ഭേദം ഇങ്ങനൊരു മമ്മി ഇല്ലാത്തതാ. അങ്ങനെ എന്നെ ചവിട്ടി തെറിപ്പിക്കല്ലേ ബേബി. എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. നമ്മളിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ, കളി ഇനി ആടി ചൂട് പിടിക്കാൻ പോകുന്നത്. മമ്മി പറയുന്നത് വിശ്വസിച്ചോ? ഈ വീട്ടിലെ മരുമോള് നീ മാത്രാ. അവളെ എങ്ങനെ നമ്മൾ അംഗീകരിക്കും ചെറിയമ്മേ? എനിക്ക് ഓർക്കുമ്പോ തന്നെ ചൊറിഞ്ഞു വരുന്നു. ഇന്നലെ നിന്റെ അമ്മ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ. മേഘന മിഥുന ചേരുന്നവളല്ലെന്ന് പറഞ്ഞതും ഇനി പറയാൻ വല്ലതും ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പറയല്ലേ ചെറിയമ്മേ, മനസ്സിൽ തൊട്ടൊന്ന് പറ. ആ മേഘന മിഥുനേട്ടന്റെ ഭാര്യയാവുന്നത് ചെറിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? എന്ത് ചെയ്യാനാ ഹർഷിണി, ഇവിടുത്തെ കല്യാണം, അതും നമ്മുടെ മിഥുന്റെ കല്യാണം എത്ര ഗംഭീരമായിട്ട് എത്ര സന്തോഷമായിട്ട് നടത്തേണ്ടതായിരുന്നു. എന്നിട്ടിപ്പോ മേഘനയെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ ഉള്ള സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാ. ഞാൻ പറയുന്നത് കേക്ക് മോളെ, എല്ലാം നീ വിചാരിച്ച പോലെ തന്നെ നടക്കുവടി. ഞാനല്ലേ പറയുന്നേ. എടോ ഒന്ന് നിന്നേ, ഒന്നിങ്ങോട്ട് വന്നേ. കൂൾ ഡ്രിങ്ക് ആണോ? ഇതെന്റെ ഭർത്താവിനാ. ആയിക്കോട്ടെ മാഡം. മമ്മി എന്നാ നീ പോയിക്കോ. ഏയ്, ബുദ്ധിയില്ലേ നിനക്ക്? ഇല്ലല്ലോ. നിങ്ങൾ അത് വല്ലതും വിൽക്കുന്നുണ്ടെങ്കിൽ പറ, വാങ്ങിച്ചോളാം. മുമ്പിൽ മനുഷ്യരുണ്ടോന്ന് പോലും നോട്ടമില്ലേ? ഇവിടെയൊന്നും ഇല്ലല്ലോ. എവിടെയാന്നേ നിങ്ങൾ ഈ പറഞ്ഞ മനുഷ്യരൊക്കെ? ഞാൻ ആരെയും കണ്ടില്ല. ഏയ്, എന്താ നീ ഞങ്ങളെ കളിയാക്കാണോ? സൂക്ഷിച്ച് സംസാരിച്ചോണോ, സെൻസ്ലെസ് സ്റ്റുപ്പിഡ്. വല്ല സെൻസും ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ആർത്തി കാണിക്കില്ലായിരുന്നല്ലോ. ജീവിതത്തിൽ ജ്യൂസ് കണ്ടു കാണില്ലായിരിക്കും, അതാന്ന് തോന്നുന്നു ഇങ്ങനെ വലിച്ചു വാരി കുടിക്കുന്നത്. ഏയ്, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചോണം. ഞാനിത് ഓസിന് കുടിച്ചൊന്നുമല്ല, പെണ്ണിന്റെ വീട്ടുകാരാണെന്ന് ഓർത്തോണം. ഞങ്ങളെ മര്യാദയ്ക്ക് നോക്കേണ്ടതേ നിങ്ങളുടെയും കൂടെ ബാധ്യതയാ. എന്തു മര്യാദ, ദാരിദ്ര്യം പിടിച്ച ഫാമിലി. ഏയ്, വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ അടിച്ചതിന്റെ പല്യം കൊഴിക്കും. മമ്മി എന്താ ഇത്? ഇവരുമായിട്ട് ഇതിന് വഴക്കുണ്ടാക്കുന്നേ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്സരസ് അല്ലേ? നിങ്ങളെ പോലെ ചേരിന്ന് ഇറങ്ങി വന്നതല്ല. ചേരിന്ന് വല്ലതും പറഞ്ഞ മോന്തര ഷേപ്പ് മാറ്റും. എന്റെ കോസ്റ്റ്ലി സാരിയിൽ ജ്യൂസ് ഒഴിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നു. എന്റെ അടുത്ത് കൊടുങ്ങല്ലൂർ അമ്മയല്ലേ കണ്ട പേടിക്കാൻ. നിന്റെ വിചാരം നീ ആരാണെന്ന് അടി. അവരോട് എന്തിനു വഴക്കിന് പോകുന്നേ?